അങ്ങനെ എൻ്റെ മകൻ ഉസ്താദിനെ കണ്ടിരിക്കുകയാണ്. ഉസ്താദിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് കേട്ടോ. ആ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലടുക്കാണ് മറ്റൊരു വീഡിയോ കൂടി ഞാൻ കണ്ടത്. ഒരു സഹോദരി, ആ സഹോദരിയുടെ മോന് ഉസ്താദിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ ആ സഹോദരിയുടെ മറ്റൊരു വീഡിയോ കണ്ടിട്ടുള്ളൂ. അത് ഇതാണ് കേട്ടോ. ഉസ്താദിനെ കാണാൻ വേണ്ടി പോവാണല്ലേ. ഉസ്താദിനെ നമുക്ക് കാണാൻ കഴിയും, പക്ഷേ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് തൊടാനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവോ? എന്താ നിന്റെ മനസ്സിൽ തോന്നുന്നത്? ദൈവമല്ലേ എല്ലാം കാണിച്ചു തരാ. നമ്മൾ വിചാരിക്കും നമുക്ക് തൊടാൻ പറ്റും, പക്ഷേ ദൈവം കാണിച്ചു തന്നാൽ വിധി ഉണ്ടെങ്കിൽ പറ്റില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വിധി ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ മകനെ ഞാനും കൂടി കാണാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത്ര അടുത്ത് വന്നിട്ട് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരാം. ബാക്കി വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ ഒറ്റപ്പാലത്താണ് ഇന്നത്തെ സ്വീകരണം നടക്കുന്നത്. അപ്പോൾ ധന്യയും മോനും കൂടി ഉസ്താദിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് നേരത്തെ തന്നെ പോയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ വന്ന വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ഉസ്താദിന് മോനെ കാണാനുള്ള അവസരം അവിടുത്തെ പ്രവർത്തകർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എന്തൊന്നില്ലാത്ത ഭയങ്കര സന്തോഷം തോന്നി. ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഈ വലിയ ഭാഗ്യവാനാണ്. ഈ ഉസ്താദിനൊന്നൊരു നോക്ക് കാണാൻ വേണ്ടി എത്ര ആൾക്കാർ ഒരുങ്ങിയതാണ്, എത്ര കുട്ടികൾ ഉസ്താദിനൊന്ന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയുള്ള പരിപാടിയിൽ മലപ്പുറത്തുനിന്ന് എത്ര ആൾക്കാർ കഴിഞ്ഞത്? ആർക്കും കഴിഞ്ഞില്ല. നോക്കും നിങ്ങള്, ആ സമയത്താണ് ഈ മോന്, ഈ അമ്മയുടെ ചെറിയൊരു വീഡിയോ ഇത് പല ആൾക്കാരും കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മോനെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഇത് നോക്കിയപ്പോൾ എന്തോന്നില്ലാത്ത സന്തോഷം വന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ കേരള യാത്ര തുടങ്ങിയത് കൊളത്തൂർ ഇർഷാദി എന്നാണ്. അപ്പൊ എന്റെ കുട്ടി പഠിക്കുന്നത് കൊളത്തൂർ ഇർഷാദിയിലാണ്, മോള് പഠിക്കുന്നത്. അപ്പൊ എന്നോട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വിളിച്ചപ്പോ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഇപ്പൊ AP ഉസ്താദിനെ കണ്ടില്ലാന്ന്. ഇപ്പൊ AP ഉസ്താദിനെ ഞങ്ങൾ കുറേ നോക്കി, പെൺകുട്ടിയാണ്, ഞങ്ങൾ മേലെ നിന്നിട്ട് കുറേ നോക്കി, AP ഉസ്താദിനെ ഞങ്ങൾ കണ്ടില്ല. അപ്പൊ AP ഉസ്താദിനെ കാണണം എന്നാണ് അവരെ വലിയൊരു ആഗ്രഹം. AP ഉസ്താദ് അല്ലാത്ത കുറേ ഉസ്താദ്മാരുണ്ട്, ഉസ്താദിനെ മാത്രം കണ്ടില്ല. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞേ, ഉസ്താദ് കുറെ പ്രായമായില്ലേ, അപ്പൊ ഉസ്താദ് ഫുള്ള് യാത്രയിൽ ഓരോപ്പം ഉണ്ടാവില്ല, ഉസ്താദ് പൊതുസമ്മേളനമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ എത്താറാണെന്ന് പറഞ്ഞു. കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഉസ്താദിനെ ഞങ്ങൾ കുറേ നോക്കി, ഉസ്താദിനെ കണ്ടില്ല. അപ്പൊ ആ മോളും കൂടി ഒന്ന് കണ്ടെങ്കിലെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അപ്പൊ നിങ്ങള് അതേ സ്ഥാനത്താണ് ഇവിടെ ധന്യയുടെ മോനെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും ചില്ലറ ഭാഗ്യമാണെന്നല്ലോ. ആരും ഉസ്താദ് വേദിയിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അപ്പൊ അങ്ങോട്ട് പോവാണ്. കയറി പോകുമ്പോ തന്നെ പറയുന്നത് ഉസ്താദ് ഇറങ്ങി വന്നോട്ടെ എന്ന് ആരോ പറയുന്നുണ്ട്. എന്തായാലും ഉസ്താദ് കൂടെ ഇറങ്ങി വരണം. ഉസ്താദിന്റെ പ്രസംഗം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ പറഞ്ഞു. എന്തായാലും ഇറങ്ങി വരുന്നു. കണ്ടോ, ആ മോന് ഉസ്താദ് തോളിലൊക്കെ കൈ വെച്ചിട്ടുണ്ട്. നോക്കുങ്ങള്, ചില്ലറ ഭാഗ്യവാനവനൊക്കെ. എന്നാലും എപ്പോഴായിട്ട് AP ഉസ്താദിനെ ഒന്ന് കാണണം എന്ന് കരുതിയിട്ട് മർക്കസിൽ വരെ പോയ അമ്മയാണത്. ഇപ്പൊ ഉസ്താദിന് മോനൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് ഉസ്താദ് ഉള്ള വേദിയിലേക്ക് ഒന്ന് ഉച്ച സമയത്ത് എങ്ങാനും വന്നിരിക്കാൻ തുടങ്ങിയത്. നോക്കൂ നിങ്ങള്, ഒരു മുസ്ലിം സഹോദരി, അത് നമ്മളെ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം ചേർത്ത് പിടിക്കുന്ന ഉസ്താദിനെ ഇങ്ങനെ മറ്റുള്ളവർ തന്നെ ഉസ്താദിനെ കാണാൻ എത്തുന്ന വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നുക.